ശബരിമലയിൽ തീർത്ഥാടന തിരക്ക് തുടരുകയാണ്. ഇന്നലെ 90,000 മുകളിൽ ഭക്തർ ദർശനം നടത്തി. ഇന്ന് പുലർച്ചെ നട തുറന്നത് മുതൽ തീർത്ഥാടകരുടെ നീണ്ട നിരയാണ് സന്നിധാനത്ത്. MG പ്രതീഷിന്റെ വിവരങ്ങളുമായി ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് നിന്നും. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. തീർത്ഥാടക തിരക്കാണോ ഇന്നും? എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രതീഷ്? ഉന്മേഷ, ഗുഡ് മോർണിംഗ്. ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്കിൽ മാറ്റമില്ല. നട തുറന്ന ആദ്യ ദിവസങ്ങളിലേതിന് സമാനമായ തിരക്കാണ് ശബരിമലയിൽ ഇപ്പോഴും അനുഭവപ്പെടുന്നത്. പുലർച്ചെ 3 മണിക്ക് നട തുറന്നത് മുതൽ വലിയ നടപ്പന്തലിലും അതിനങ്ങോട്ട് മരക്കൂട്ടം വരെ തീർത്ഥാടകരുടെ നീണ്ട നിരയുണ്ട്. പക്ഷേ കൂടുതൽ മണിക്കൂറുകൾ കാത്തു നിൽക്കാതെ തന്നെ തീർത്ഥാടകർക്ക് ദർശനം നടത്താൻ കഴിയുന്നു എന്നതാണ് ഈ മണ്ഡലകാലത്തിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ അനുഭവപ്പെട്ടിരുന്ന നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു തിരക്കില്ല. കൃത്യമായ നിയന്ത്രണങ്ങളോടെ മാത്രമാണ് തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. ഇന്നലെ 90,000-ഓളം തീർത്ഥാടകരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. 12 വിളക്കായിരുന്നു ഇന്നലെ ശബരിമലയിൽ. സാധാരണ 12 വിളക്കിന് ശേഷം കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുന്നത് പതിവാണ്. ആദ്യഘട്ടങ്ങളിൽ ഇതര സംസ്ഥാനത്തു നിന്നുള്ള തീർത്ഥാടകരാണ് കൂടുതലായി എത്തിയതെങ്കിൽ ഈ കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകരുടെ വരവും ശബരിമലയിൽ കൂടിയിട്ടുണ്ട്. അങ്ങനെ തീർത്ഥാടകരുടെ വരവ് കൊണ്ട് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കൂടുതൽ സജീവമാവുകയാണ്. വലിയ തീർത്ഥാടന തിരക്ക് പമ്പയിലും അനുഭവപ്പെടുന്നുണ്ട്. 5000 ആണ് സ്പോട്ട് ബുക്കിംഗ് എങ്കിലും ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടും പല തീർത്ഥാടകരും ആ ദിവസങ്ങളിൽ വരാറില്ല. ആ കണക്ക് കൂടി, ആ തീർത്ഥാടകരുടെ സ്ലോട്ട് കൂടി ഈ സ്പോട്ട് ബുക്കിംഗിൽ അനുവദിക്കും. അങ്ങനെ കൂടുതൽ തീർത്ഥാടകർക്ക് ദർശനം അനുവദിച്ചുകൊണ്ടുള്ള ക്രമീകരണമാണ് ദേവസ്വം ബോർഡും പോലീസും നിലവിൽ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. കൃത്യമായി തിരക്ക് പോലീസിന്റെ നിയന്ത്രണ വിധേയമാണ്. അത് നിരീക്ഷിച്ച് മാത്രമായിരിക്കും സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ മാറ്റം വരുത്തുന്നത്. ഇന്നലെ 5000-ന് മുകളിൽ തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് വഴി സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. കാനനപാത വഴിയും കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തുന്നുണ്ട്. പോലീസിന്റെയും വനംവകുപ്പിന്റെയും ഔദ്യോഗിക കണക്ക് പ്രകാരം പ്രതിദിനം 1500-ഓളം തീർത്ഥാടകരാണ് കാനനപാത വഴി, പുല്ലുമേട് വഴി ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത്. എന്തായാലും തീർത്ഥാടന തിരക്ക് രാവിലെ മുതൽ ശബരിമല സന്നിധാനത്ത് തുടരുകയാണ്. ഉന്മേഷ, ശരി. MG പ്രതീഷാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.